ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു റെസിപ്പിയുമായിട്ടല്ല വന്നിട്ടുള്ളത്. ഇതൊരു കൂൾമിൻറ്റിൻ്റെ സോപ്പാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി കൂൾമിൻറ്റിൻ്റെ സോപ്പ് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ അതാ ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് അളന്നിട്ടെടുക്കണം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ഇതിൽ 0 ആക്കിയതിന് ശേഷം വേണം അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അലോവേര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 2 സോപ്പൊക്കെ ആണെങ്കിൽ 2 ക്യാപ്സ്യൂൾ എന്നുള്ള തോതിൽ ചേർത്ത് കൊടുക്കുക. വിറ്റാമിൻ ഇയുടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡ്രോപ്പൊക്കെ മതിയാകും. അപ്പോൾ 1 കിലോയ്ക്കാണെങ്കിൽ ഒരു 5-6 ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബേസ് വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ അത് ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു പാത്രം വെച്ചിട്ട് അതിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ കുറേ സമയത്ത് ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് സാവധാനം മെൽറ്റായി വന്നോളും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ അതിൻ്റെ ആ വെള്ളം ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുത്താൽ മതി, നന്നായിട്ട് മെൽറ്റാകണത് വരെ. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ച അലോവേരയും അതേപോലെ ഓയിലൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ സോപ്പ് ബേസ് ഉരുക്കിയതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നാലും നല്ല ചൂടുണ്ടാകും, കാരണം തിളച്ച് നിൽക്കുന്ന വെള്ളമാണ് അടിയിലുള്ളത്. അപ്പോൾ സാവധാനം ഇളക്കി കൊടുത്താൽ മതി. ഇത് ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു കൂൾമിൻറ്റിൻ്റെ ഫ്രാഗ്രൻസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലൊരു സ്മെല്ലാണ് ഈ കൂൾമിൻറ്റിൻ്റെ ഫ്രാഗ്രൻസിന്. അപ്പോൾ ഇതൊരു 20 തുള്ളിയൊക്കെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സാവധാനത്തിൽ മിക്സാക്കി കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് ഇത് മിക്സാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുൻപായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം. ചൂടാറാൻ കാത്തു നിൽക്കരുത്. അപ്പോൾ ഇത് കട്ട പിടിക്കൽ തുടങ്ങും. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 40 ഗ്രാമാണ് ഉള്ളത്. 1 കിലോയ്ക്ക് 40 ഗ്രാമേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ 1 കിലോ ബേസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 10 സോപ്പ് കിട്ടും. 1 കിലോ ബേസിൻ്റെ കൂടെ ഒരു 6-7 ഗ്രാം കൂടുതൽ എടുത്താൽ മതി. പക്ഷേ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 8 സോപ്പ് പിന്നെ ഒരു ചെറിയ സോപ്പുമാണ് കിട്ടിയിട്ടുള്ളത്. അതിന് കാരണം ഈ ചുവന്ന മോൾഡിലുള്ള സോപ്പ് തൂക്കം കൂടുതലാണ്. 100 ഗ്രാമിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഓരോ സോപ്പും 110, 111 അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് കുറഞ്ഞു പോയത്. അപ്പോൾ ചില മോൾഡുകൾ 100 ഗ്രാമാണെങ്കിലും നിറച്ചൊഴിക്കുകയാണെങ്കിൽ 100 ഗ്രാമിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കണക്കാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ അത് കണ്ടില്ലേ, ഈ സോപ്പ് 110 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും ഞാൻ തൂക്കി നോക്കിയപ്പോൾ 110, 111 അങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. പിന്നെ ആ ഓവൽ ഷേപ്പിലുള്ള സോപ്പ് മാത്രം 102 ഗ്രാമാണ് ഉണ്ടായിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ 110, 111 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 10 സോപ്പ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഉറച്ചാൽ ഇതുപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചെറിയൊരു വിയർപ്പ് പോലെ അതിന്മേൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേഗം തന്നെ കവർ ചെയ്ത് വെക്കുകയാണ് നല്ലത്. ചിലരൊക്കെ അങ്ങനെ ഒരു പ്രശ്നം പറയാറുണ്ട്. എൻ്റെ കയ്യിലുള്ളതൊന്നും ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. എത്ര സമയം പുറത്ത് വെച്ചാലും അങ്ങനെ വിയർപ്പ് തുള്ളി വരുന്ന പോലെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അതിന് ഈ ബേസിൻ്റെ മാറ്റാണോ എന്നറിയില്ല. അപ്പോൾ അളവുകൾ കറക്റ്റ് ആണെങ്കിൽ എന്തായാലും സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകില്ല. അതേപോലെ തന്നെ സോപ്പ് ബേസ് നല്ല ബേസ് ആയിരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഓർഗാനിക് ആയിട്ടുള്ള സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറേ സോപ്പ് ഉണ്ടാക്കി വെക്കണ പരിപാടിയില്ല. ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലെത്തും. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക.
ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.